Good morning, children. How are you? Today we shall start our maths class. Our lesson's name is Play with the Numbers. It is Play with the Numbers. അക്കങ്ങൾ കൊണ്ടുള്ള ഒരു കളി. ഓക്കെ, അക്കങ്ങൾ കൊണ്ടുള്ള കളിയാണ്. എന്തൊക്കെയാണ് കളികൾ നമുക്ക് കാണാം. Then firstly 2 letters A and B എന്നാണ് കാണുന്നത്. അല്ലെ ബിഫോറും ആഫ്റ്ററും കാണണം, മനസ്സിലാക്കണം നമുക്ക്. ബിഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പ്, മുന്നിൽ, മുന്നേ എന്നൊക്കെ അർത്ഥം. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം, പിന്നീട് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, 2 letters A and B. A and B പഠിക്കേണ്ടത് ആഫ്റ്ററും ബിഫോറാണെന്ന് പഠിക്കേണ്ടത്. എന്താണ് ആഫ്റ്ററും ബിഫോറും? ലെറ്റർ എ, ലെറ്റർ ബി. ലെറ്റർ എ കംസ് ബിഫോർ ലെറ്റർ ബി. ലെറ്റർ ബി കംസ് ആഫ്റ്റർ ലെറ്റർ എ. That is, letter A comes before letter B. Letter B comes after letter A. എന്താണ് ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പേ, മുന്നിൽ എന്നർത്ഥം. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം എന്നർത്ഥം. അപ്പം എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ലെറ്റർ എ ഇല്ലേ, ലെറ്റർ എ ഏതിന് മുന്നിലാണ്? ബിക്ക് മുമ്പേയാണ്. ബി എന്ന ലെറ്ററോ എക്ക് ശേഷമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് ലെറ്റർ നോക്കൂ. 25, 26. നമ്പർ 25 ബിഫോർ നമ്പർ 26. 25 എന്ന അക്കം 26 എന്ന അക്കത്തിന് മുന്നിലാണ്, മുമ്പേയാണ്, ബിഫോർ. നമ്പർ 25 comes before number 26. 26ന് മുമ്പേയാണ് 25 എന്ന അക്കം. 26 എടുക്കുമ്പോഴാണെങ്കിലോ 26 comes after number 25. 26 26 എന്നുള്ള അക്കം ഇതിന് ശേഷമാണ്, 25ന് ശേഷമാണ് അല്ലേ. അപ്പോൾ എയും ബി ആണെങ്കിൽ ലെറ്റർ എ കംസ് ബിഫോർ ലെറ്റർ ബി. ലെറ്റർ ബി എന്ന അക്ഷരത്തിന് മുന്നേയാണ് എ എന്ന അക്ഷരം. ബിയോ, ലെറ്റർ ബി കംസ് ആഫ്റ്റർ ലെറ്റർ എ. ബി എന്ന അക്ഷരം എ എന്ന അക്ഷരത്തിന് ശേഷമാണ്, മനസ്സിലായില്ലേ? അല്ല 25ഓ 25 26ന് ബിഫോറാണ്, മുമ്പേയാണ്. 26ഓ ആഫ്റ്റർ 25 ആണ്, 25ന് ശേഷമാണ് 26. അങ്ങനെയാണ്. നമുക്കിവിടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സൊക്കെ അങ്ങനെ നോക്കി പറയണം. ഫസ്റ്റിൽ കണ്ടോ നിങ്ങൾ? സർക്കിൾ നമ്പർ ദാറ്റ് കംസ് ബിഫോർ. എന്താ ബിഫോർ മുന്നേ വരുന്ന അക്കം സർക്കിൾ ചെയ്യാനാണ്. ഈ സെക്ഷൻ ശ്രദ്ധിക്കേണ്ടത്. മുന്നിൽ വരുന്ന അക്കം സർക്കിൾ എന്ന് വട്ടം വരയ്ക്കണതിന്. അപ്പോൾ ഇവിടെ 12ഉം 13ഉം തന്ന്. വിച്ച് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ? 12 ബിഫോർ അല്ലേ. 13ന് മുന്നിൽ ഏതാണ് വേണ്ടത്? 12 അല്ലേ. അതുപോലെ നെക്സ്റ്റ് 28, 29. വിച്ച് ഈസ് ദ ബിഫോർ നമ്പർ? യെസ്, 28 ഈസ് ദ ബിഫോർ നമ്പർ. ദെൻ 30 and 31. വിച്ച് ഈസ് ബിഫോർ? ദെൻ 30. 30 ഈസ് ബിഫോർ 31 അല്ലേ. 31ൻ്റെ മുന്നെയാണ് 30. 31ന് മുമ്പെയാണ് 30. ദെൻ 56, 57 അല്ലേ. 56, 57 ഏതാണ് ബിഫോർ? മുന്നേ വരുന്നത് 56 അല്ലേ. മുന്നേ വരുന്നത് 57ന് മുന്നിലാണേത് 56 അല്ലേ. 13 എന്ന അക്കത്തിന് മുമ്പേ ബിഫോർ ഏതാണ്? 12. 29 അല്ലേ. 28 ബിഫോർ 29. 29ൻ്റെ മുന്നിലാണ് ഏത്?
28. Then 30, 31. Before 21 is 20, sorry, 21 31. ഏതാണ് 31-ന് മുന്നേയാണിത് 30. Then 56 and 57. ഏതാണ് ബിഫോർ മുന്നിൽ വരുന്നത് 56 അല്ലേ. 57-ന് മുമ്പെയാണ് ഏത് വരിക 56 വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാണ്? നെക്സ്റ്റ് എന്താ പറയണമോ? സർക്കിൾ ദി നമ്പർ ദാറ്റ് കംസ് ആഫ്റ്റർ. കണ്ടോ, ആഫ്റ്റർ ശേഷം വരുന്നത് കണ്ടെത്താനാണ്. ഇവിടെ 18, 19 ഉണ്ട് അല്ലേ, 18ഉം 19ഉം. ആഫ്റ്റർ ഏതാണ്? 18-ന് ആഫ്റ്റർ ഏതാണ്? 19. 18-ന് ശേഷമാണ് ഇത് 19 അല്ലേ. അപ്പോൾ അതാണ് സർക്കിൾ ഇട്ടത്. സർക്കിളിൽ നിന്ന് വട്ടം വരയ്ക്കണം. ദെൻ 25, 26 അല്ലേ. 25, 26 ആഫ്റ്റർ ഏതാണ്? 25-ന് ശേഷമാണ് 26. ആഫ്റ്റർ 25, 26 അല്ലേ. ആഫ്റ്റർ 25-ന് ശേഷമാണ് ഇത് 26. നെക്സ്റ്റ് ഏതാണ്? 42, 43. 42-ന് ആഫ്റ്ററാണ് ഇത് 43 അല്ലേ. 42-ന് ശേഷമാണ് 43. അപ്പോൾ 43 വട്ടം വരയ്ക്കേണ്ടത് അല്ലേ. ദെൻ 65, 66 അല്ലേ. 65ഉം 66ഉം അല്ലേ. 66 ആഫ്റ്റർ 65 അല്ലേ. 65-ന് ശേഷമാണ് ഇത് 66 അല്ലേ. മനസ്സിലായോ? അപ്പോൾ ഏതൊക്കെയാണ് നമ്മളിതിൽ ഫസ്റ്റിൽ ഏതൊക്കെയാണ്? ഫസ്റ്റ് ലൈനിൽ ഏതാണ് നമ്മൾ റൗണ്ടിൻ്റെ സർക്കിളിൽ? ഇതിലേതാ സർക്കിൾ റൗണ്ട് ചെയ്യേണ്ടത്? 12, 28, 30, 56 അല്ലേ. സെക്കൻഡിലോ 19, പിന്നെ 26, 43, 66. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ സർക്കിള് ചെയ്യണം കേട്ടോ. നിങ്ങൾ സർക്കിൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ആഫ്റ്ററും ബിഫോറും മനസ്സിലായില്ലേ? ബി എന്ന ലെറ്റർ എ എന്ന ലെറ്ററിന് ശേഷമാണ്, ആഫ്റ്ററാണ്. എ എന്ന ലെറ്റർ ബി എന്ന ലെറ്ററിന് ബിഫോറാണ്, മുന്നിലാണ്. 25, 26-ന് ബിഫോറാണ്, മുന്നിലാണ്. 26, 25-ന് ശേഷമാണ്. ആഫ്റ്റർ 25 ആണ് 26. 25-ന് ശേഷമാണ് 26. മനസ്സിലായില്ലേ? അപ്പോൾ ആഫ്റ്ററും ബിഫോർ സ്പെല്ലിങ് വരുന്നുണ്ട്. ബിഫോർ BFORE ബിഫോർ. ദെൻ AFTER ആഫ്റ്റർ കേട്ടോ. ബിഫോർ ആഫ്റ്റർ. ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പേ എന്നർത്ഥം, ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം എന്നർത്ഥം. മനസ്സിലായില്ലേ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റും ABC എന്ന ലെറ്റർ വെച്ച് തന്നെ നമുക്ക് എളുപ്പമല്ലേ അല്ലേ. നമ്മൾ ആദ്യം പഠിക്കുന്ന ABC ലെറ്റേഴ്സ് അല്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മാത്സിൽ ABC തന്നെയാണ് തന്നിരിക്കുന്നത്. ABC ഇതിലെന്താ പഠിക്കാനെന്ന് അറിയാമോ? ബിഫോറും ആഫ്റ്ററും ബിറ്റ്വീനാണിതിൽ. ബിഫോർ ആഫ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബിഫോറും ആഫ്റ്ററും ബിറ്റ്വീൻ. ബിഫോർ നമുക്കറിയാം മുന്നിലാണല്ലേ. ആഫ്റ്റർ അറിയാം ശേഷമാണെന്ന്. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാലോ ബിഫോർ, ആഫ്റ്റർ, ബിറ്റ്വീൻ. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ രണ്ടിനും ഇടയ്ക്ക്. അപ്പോൾ വേറെ 3 സാധനങ്ങൾ വേണം അല്ലേ. അപ്പോഴാണ് ഇടയ്ക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. ഈ രണ്ടിനും ഇടയ്ക്ക്. അപ്പോൾ വേർ ഈസ് ബി ലെറ്റർ ബി. വേർ ഈസ് ലെറ്റർ ബി? ലെറ്റർ ബി ഈസ് ആഫ്റ്റർ എ ആൻഡ് സി അല്ലേ. എക്കും ബിക്കും ഇടയ്ക്കാണ്. എക്കും സിക്കും ഇടയ്ക്കാണ് ഇത് വന്നിരിക്കുന്നത്, ബി വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ വേർ ഈസ് എ? എ എവിടെയാണ്? ബിഫോർ ബി അല്ലേ. ബിക്ക് മുന്നിലാണ് എ വന്നിരിക്കുന്നത്. വേർ ഈസ് സി? സി ആഫ്റ്റർ ബി അല്ലേ. ബിക്ക് ശേഷമാണ് സി വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ബിഫോർ പറയുകയാണെങ്കിൽ ബിഫോർ ബി അല്ലേ. എ ഈസ് ബിഫോർ ബി. എ പിന്നെ ബിക്ക് മുന്നിലാണ് വന്നിരിക്കുന്നത്. ദെൻ ബിയോ? ബി ഈസ് ബിഫോർ സി. സിക്ക് മുന്നിലാണ് ബി വന്നിരിക്കുന്നത്. ഇനി വേർ ഈസ് ബി എന്ന് ചോദിച്ചാലോ ആഫ്റ്റർ എ അല്ലേ. എക്ക് ശേഷമാണ് ബി വന്നിരിക്കുന്നത്. സിയോ വേർ ഈസ് സി? സി ഈസ് ആഫ്റ്റർ ബി. ബിക്ക് ശേഷമാണ് സി വന്നിരിക്കുന്നത്. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ. വേർ ഈസ് ബി? ബി ഈസ് ബിറ്റ്വീൻ എ ആൻഡ് സി. എക്കും സിക്കും ഇടയിലാണ് ബി എന്ന ലെറ്റർ. നെക്സ്റ്റ് നോക്കാം. നമ്പേഴ്സ് ആണ് 31, 32, 33. 31,
32, 33 അല്ലേ? അപ്പോൾ വേർ ഇസ് 31? 31 ബിഫോർ 32. 32വിന് മുന്നിലാണ് ഇത് വന്നിരിക്കുന്നത് 31. പിന്നെ വേർ ഇസ് 32? 32 അല്ലേ ബിഫോർ 33. 33ക്ക് മുന്നിലാണ് ഇത് വന്നിരിക്കുന്നത് 32 വന്നിരിക്കുന്നത്. ഇനി വേർ ഇസ് 32? 32 ആഫ്റ്റർ 31. 31ന് ശേഷമാണ് 32 വന്നിരിക്കുന്നത്. ദെൻ 33 എപ്പോഴാണ്? ആഫ്റ്റർ 32. 32ന് ശേഷമാണ് 33 വന്നിരിക്കുന്നത്. ഇനി വേർ ഈസ് 32 എന്ന് വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? വേർ ഈസ് 32? 32 ഈസ് ബിറ്റ്വീൻ 31 ആൻഡ് 33. 31നും 33നും ഇടയ്ക്കാണ് 32 എന്ന ലെറ്റർ. 31നും 33നും ബിറ്റ്വീനാണ്, ഇടയ്ക്കാണ് 32 എന്ന ലെറ്റർ. മനസ്സിലായോ? ഇനി അത് തന്നെ നമുക്കിനി വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. എന്താണ്? 14 നമുക്ക് ബിറ്റ്വീൻ കണ്ടുപിടിക്കാം. 14, 15, 16. സെൻറ്ററിൽ ഏതാണ് വരിക? യെസ് 15 ആണ് ബിറ്റ്വീനോട് സെൻറ്ററിൽ വരുന്നില്ല. അപ്പോൾ അത് സർക്കിൾ ചെയ്യണം. 32, 33, 34 ഏതാണ് ബിറ്റ്വീൻ 33 ആണ്. അപ്പോൾ സർക്കിൾ ചെയ്യണം. പിന്നെ 55, 56, 57 ഏതാണ് ബിറ്റ്വീൻ? എച്ച് സെൻറ്ററിലുള്ളതല്ലേ. അപ്പോൾ 56 സർക്കിൾ ചെയ്യണം. പിന്നെ നോക്കൂ 26, 27, 28 ഏതാണ് ബിറ്റ്വീൻ? 27 അത് സർക്കിൾ ചെയ്യണം. ദെൻ 18, 19, 20 ഇതിലേതാണ് ബിറ്റ്വീൻ? 19 അപ്പോൾ ഇത് സർക്കിൾ ചെയ്യണം. ദെൻ 67, 68, 69 ഏതാണ് ബിറ്റ്വീൻ? 68 സെൻറ്ററിൽ വരുന്നില്ലേ. രണ്ടിൻ്റെയും ഇടയ്ക്കുള്ളതാണ്. രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ലെറ്റർ. അതിൻ്റെയൊക്കെ ഇടയ്ക്കുള്ള ലെറ്ററാണ്, നമ്പേഴ്സാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ ചോദിച്ചാൽ എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് എയും ബിയും ഒന്നുകൂടി ചോദിച്ചാൽ എങ്ങനെ പറയാം? ലെറ്റർ എ കംസ് ബിഫോർ ലെറ്റർ ബി അല്ലേ. ലെറ്റർ സി കംസ് ആഫ്റ്റർ ലെറ്റർ ബി. ദെൻ ബി ഈസ് ബിറ്റ്വീൻ എ ആൻഡ് സി അല്ലേ. അതുപോലെ നമ്പർ പറയുകയാണെങ്കിലോ 31 കംസ് ബിഫോർ 32. 33 കംസ് ആഫ്റ്റർ 32. ദെൻ 33 ബിറ്റ്വീൻ 31 ആൻഡ് 33. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമ്പറിൻ്റെ കളി. പ്ലേ വിത്ത് നമ്പേഴ്സ്. നമ്പർ കൊണ്ട് കളിക്കാനുള്ള. അപ്പോൾ ഈ പറഞ്ഞ നമ്പേഴ്സൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം കേട്ടോ. സർക്കിൾ ചെയ്തിട്ട് വട്ടം വരച്ചിടണം നിങ്ങളുടെ ബുക്കിനകത്ത്. ഓക്കെ. ഇനി എന്താ പറയുക? ഫോർവേഡും ബാക്ക്വേഡാണ്. മുന്നിലേക്കും പിന്നിലേക്കും എണ്ണുക. ചെറുതിൽ നിന്ന് വലുതിലേക്ക്. സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ്, ബിഗ്ഗസ്റ്റ് ടു സ്മോളസ്റ്റ്. വലുതിൽ നിന്ന് ചെറുതിലേക്കും ചെറുതിൽ നിന്ന് വലുതിലേക്കും എണ്ണാൻ പഠിക്കാൻ. ബാക്ക്വേഡും ഫോർവേഡ് കൗണ്ടിങ്. ബാക്ക്വേഡ് കൗണ്ടിങ് ആൻഡ് ഫോർവേഡ് കൗണ്ടിങ്. അപ്പോൾ നമുക്ക് ഫോർവേഡ് നോക്കാം. അതില്ലേ ഫോർവേഡ് കൗണ്ടിങ് നോക്കാം. ഫോർവേഡ് കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ് ആണ്. സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ്. അവിടെ നമ്പർ കണ്ടില്ലേ 1 to 10 വരെ. എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്? 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ് ആണ്. ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാണ്? സ്മോളസ്റ്റ് അല്ലേ. സ്മോളസ്റ്റ് ഇവിടെ നിന്ന് ബിഗ്ഗസ്റ്റ് നമ്പറിലേക്ക് 10ലേക്ക് പോവുകയാണ് അല്ലേ. 1 കഴിഞ്ഞു, 2, 3, 4, 5, 6, 7, 8, 9, 10 ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ. ഇവിടെ നോക്കൂ എന്താണ്? ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. 1, 2, 3, 4, 5 അതാണ് മുന്നിലേക്ക് എണ്ണിപ്പോവുക. മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് 1 തുടങ്ങിയിട്ട് 10 വരെ എത്തി. അതിനാണ് എന്ത് പറയുക? ഫോർവേഡ്, മുന്നിലേക്ക് പോകുന്ന എണ്ണൽ സംഖ്യ. മനസ്സിലായോ? 1, 2, 3, 4, 5 അങ്ങനെ തുടങ്ങുന്നു. ഇനി എന്താണ് ബാക്ക്വേഡ് നോക്കാം. ബാക്ക്വേഡ് നോക്കൂ.
ബാക്ക്വേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാമോ? അവിടെ നോക്കൂ, ബാക്ക്വേഡ് ഇവിടെ നിന്നാണ് മാർക്ക് ചെയ്തിരിക്കണ്ടോ, ഇവിടെ നിന്നാണ് മാർക്ക് ചെയ്യുന്നത്. ബാക്ക്വേഡ് തിരിച്ച് വരില്ല, കണ്ടോ കണ്ടോ എന്താണ് 10 ആണ് ആദ്യം അല്ലേ. 10ൽ നിന്ന് എന്ത് ചെയ്യണം, കുറഞ്ഞ് ഇങ്ങോട്ട് വരണം. 10 കഴിഞ്ഞാൽ 9 അല്ലേ, 8 അല്ലേ, ആരോ മാർക്ക് കണ്ടില്ലേ, വലുതിൽ നിന്ന് ചെറുതിലേക്ക്, ബിഗ്ഗസ്റ്റ് ടു സ്മോളസ്റ്റ്, അതാണ് എന്ത്, ബാക്ക്വേഡ്. അപ്പോൾ ഇവിടെ താഴത്ത് നോക്കൂ, താഴത്ത് എങ്ങനെയാണ് 10ൽ ആദ്യം വന്നിരിക്കണേ 10 നമ്പറിൽ നിന്ന് തുടങ്ങുകയാണ് കേട്ടോ. 10ൽ നിന്ന് തുടങ്ങുകയാണ്, 10 ആണ് ഫസ്റ്റിൽ. അപ്പോൾ 10, 9, 8, 7, 6, 5, 4, 3, 2, 1 എന്നിലെത്തുന്നു. അതാണ് ബാക്ക്വേഡ് എണ്ണലും ഫോർവേഡ് എണ്ണലും. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മുന്നിലേക്ക്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഏരോ മാർക്ക് കണ്ടില്ലേ, ഏരോ നോക്കാം, 1ൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലേ. അങ്ങനെ 1, 2, 3 സ്റ്റെപ്പ് കയറിയിട്ട് 10ലെത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ എവിടെയും നോക്കൂ, 1ൽ നിന്ന് തുടങ്ങിയിട്ട് 1, 2, 3 അങ്ങനെ കൂടിയിട്ട് 10ലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതാണ് എന്ത്, ഫോർവേഡ് കൗണ്ടിങ്, സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ്. എന്നാൽ ബാക്ക്വേഡ് എന്താണ്, ആദ്യം വലിയ സംഖ്യ തുടങ്ങണ്ടോ, വലിയ സംഖ്യയിൽ നിന്നാണ് കണ്ടോ, 10ൽ നിന്ന് ഇവിടെ ഇറങ്ങുക ചെയ്യുന്നത് കണ്ടോ. മീതൊന്ന് താഴത്തേക്ക് 10, 9, 8, 7 അങ്ങനെ വന്നിട്ട് 1 ആവുന്നു. ഇവിടെയും കണ്ടില്ലേ, എന്താണ് 10ൽ നിന്ന് 9 എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത് കണ്ടോ. 10ൽ നിന്ന് ഓരോ മാർക്ക് കണ്ടില്ലേ, 10ൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിന് എന്ത് കൗണ്ടിങ് എന്ന് പറയുക, കൗണ്ടിങ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് എന്നാണ് പറയുക. എന്താണ് പറയുക, കൗണ്ടിങ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ്. എന്താണ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ്, ചെറുതിൽ നിന്ന് തുടങ്ങി വലുതിലേക്ക് എത്തുന്നത്, അതാണ് പിന്നെ ഫോർവേഡ്. ബാക്ക്വേഡ് എന്ന് പറഞ്ഞാലോ ബിഗ്ഗസ്റ്റ് ടു സ്മോളസ്റ്റ്, വലിയിൽ നിന്ന് ചെറുതിലേക്ക് വരിക, 10, 9, 8 എന്നിങ്ങനെ വരുന്നത്. മനസ്സിലായി? അപ്പോൾ ഫോർവേഡ് കൗണ്ടിങ് ആൻഡ് ബാക്ക്വേഡ് കൗണ്ടിങ്. ഇതെന്തൊക്കെയാണ്, ആഫ്റ്റർ, ബിഫോർ, ബിറ്റ്വീൻ അല്ലേ. അത്രയാണ്. അപ്പോൾ സിമ്പിളല്ലേ അതൊക്കെ. അതാണ് പ്ലേ വിത്ത് നമ്പേഴ്സ്, നമ്പർ കൊണ്ടുള്ള കളിയാണ് അതൊക്കെ അല്ലേ. അപ്പം നമുക്ക് 25 മുതലാണെങ്കിലോ, നമ്മൾ ഫോർവേഡ് ആണെങ്കിൽ അങ്ങനെ അത് 1, 2, 3, 4 അങ്ങനെ 25 വരെ എഴുതും അല്ലേ. ബാക്ക്വേഡ് ആണെങ്കിലോ 25, 24 അല്ലേ, 23, 22, 21, 20 അങ്ങനെ താഴത്തേക്ക് വരണം അല്ലേ. 100 വരെ ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ അതാണ് ബാക്ക്വേഡ് ആൻഡ് ഫോർവേഡ് കൗണ്ടിങ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ്, അപ്പോൾ ശ്രദ്ധിക്കേ വേണ്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്പർ ദാറ്റ് കംസ് ബിഫോറിൽ വരുന്ന നമ്പേഴ്സ് നമ്മൾ കണ്ടെത്തണം എന്നാണ്. ബിഫോർ മുന്നേ വരുന്ന സംഖ്യ നമ്മൾ കണ്ടെത്തണം. ഇതിൽ 5 കണ്ടോ, 5 അവസാനം വരുന്നത് കണ്ടോ, ഈ അടുത്ത് എഴുതിയേക്കണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ മുന്നിലൊരു സംഖ്യ വരണം അല്ലേ. ഏത് കഴിഞ്ഞിട്ടാണ് 1, 2, 3, 4, 5 അല്ലേ. എഴുതി നോക്കൂ. അപ്പോൾ നമ്മൾ 75 വരെയാണ് നമ്മളിപ്പോൾ കൗണ്ട് ചെയ്യാൻ പഠിച്ചിരിക്കുന്നത് കേട്ടോ. ഇല്ലേ, പഠിച്ചില്ലേ? 75 വരെ പഠിച്ചില്ലേ? അപ്പോൾ നമ്മളത് എണ്ണി നോക്കണം, കൗണ്ട് ചെയ്യണം. അപ്പോഴാണ് സംഖ്യകൾ തമ്മിലുള്ള ബന്ധം അറിയുള്ളൂ. എഴുതി പഠിച്ചല്ലോ അല്ലേ. ഓക്കെ, അക്കത്തിലും അക്ഷരത്തിലും എഴുതാൻ പഠിക്കണം. അപ്പോൾ ഇനി ഇവിടെ 5 ആണ്. 5ൻ്റെ ബിഫോർ എന്താണെന്നാ, മുന്നിൽ എന്താ വരിക എന്നാ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ 5 വരിക 4 അല്ലേ. ഇവിടെ 12 ആണ്. 12ൻ്റെ ഫ്രണ്ടിൽ എന്താണ് വരിക, ബിഫോർ എന്താ വരിക 11 അല്ലേ. ഇവിടെ 19, ഏത് കഴിഞ്ഞിട്ടാണ് 19 എണ്ണുക, 15 കഴിഞ്ഞാൽ 16, 17, 18 19. ഇപ്പോൾ ഇവിടെ ഏതാ വരിക 18. 21 ആണെങ്കിലോ അതിൻ്റെ മുന്നിൽ ഏതാ വരിക, 20 അല്ലേ. ഇനി 24 ആണ്. 24ൻ്റെ മുന്നിൽ ഏത് വരിക, ഇത് കഴിഞ്ഞിട്ട് 24 വരിക 23 അല്ലേ. പിന്നെ 36ൻ്റെ മുന്നിൽ ഏത് അക്കം വരും, ഇറ്റ്സ് നമ്പർ 35 അല്ലേ. ഇവിടെ 40 ബിഫോർ 40 39 അല്ലേ. ദെൻ 43ക്ക് മുന്നിൽ അത് കഴിഞ്ഞിട്ട് 43 വരിക 42 അല്ലേ. ഒക്കെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇനി 43 വരെ അല്ലേ പറഞ്ഞത്. 51ൻ്റെ ഫ്രണ്ടിൽ എന്താ വരിക, ബിഫോർ എന്താ വരിക 50 അല്ലേ.
ഇനി 60 ബിഫോർ 60 59 ബിഫോർ 62 61 അല്ലേ ബിഫോർ 64 64ൻ്റെ മുന്നിൽ 63 അല്ലേ 63 വരും. ദെൻ 70 അല്ലേ 70ൻ്റെ മുന്നിൽ ബിഫോർ 70 69 അല്ലേ 73 എത്ര വരിക ബിഫോർ 73 72 അല്ലേ. ദെൻ 75 ബിഫോർ 75 74. അപ്പോൾ അങ്ങനെ അക്കങ്ങളെല്ലാം നമ്മൾ ശരിക്കും കൗണ്ട് ചെയ്യാൻ അറിയെങ്കിൽ നമുക്കിത് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ആദ്യം ഇപ്പം കൗണ്ടിങ് നമ്പേഴ്സ് നന്നായിട്ട് അല്ലേ കൗണ്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. പിന്നെയാണ് ആഡ് ചെയ്യാൻ ഇതൊക്കെ വരിക. അപ്പോൾ ആദ്യം കൗണ്ടിങ് നമ്പേഴ്സ് നന്നായിട്ട് അറിയുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരു പ്രശ്നമില്ലാതെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഈ പറഞ്ഞതുപോലെ ഇതും ഫില്ല് ചെയ്യണം. ഇതെന്താണ് നമ്പർ ദാറ്റ് കംസ് ബിഫോർ ആണ് കണ്ടോ. ബിഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് മുന്നിൽ വരുന്ന സംഖ്യ ഏതാണെന്നാണ്. മുന്നിൽ വരുന്ന ഈ സംഖ്യകൾക്ക് മുന്നിൽ ഏത് നമ്പറാണ് വരിക എന്നാണ് ഇത് പഠിക്കാനുള്ളത്. അപ്പോൾ അത് തെറ്റാതെ എഴുതണം കേട്ടോ. ഓക്കെ. ദെൻ നമ്പേഴ്സ് ദാറ്റ് കംസ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ശേഷം. അപ്പം തന്ന സംഖ്യയ്ക്ക് ശേഷം നമ്പറിന് ശേഷമുള്ളത് ഏതാണ് വരിക എന്നാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ. അപ്പം എന്താണ് നമ്പർ ദാറ്റ് കംസ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ശേഷം. ഈ നമ്പറിന് ശേഷം ഏതാ വരിക എന്നാണ് കണ്ടോ. 18 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാണ് വരിക 18 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാണ് 18 കണ്ടില്ലേ. 18 കഴിഞ്ഞാൽ ഏതാ വരിക 19 അല്ലേ 19 അല്ലേ. 26 ആഫ്റ്റർ 26 27 അല്ലേ. 32 കഴിഞ്ഞാലോ 32 കഴിഞ്ഞാലോ 32 കഴിഞ്ഞാൽ 33 അല്ലേ. ദെൻ 42 കഴിഞ്ഞാലോ ആഫ്റ്റർ 42 43 അല്ലേ. ദെൻ 50 ആഫ്റ്റർ 50 51 അല്ലേ. 61 ആഫ്റ്റർ 61 62 അല്ലേ. ഇതെത്രയാണ് 49 അല്ലേ. 49 ആഫ്റ്റർ 49 50 അല്ലേ. ദെൻ 66 അല്ലേ 66 ആഫ്റ്റർ 66 67 അല്ലേ. ദെൻ 73 ശേഷം ഏതാണ് വരിക 74. പിന്നെ 21 ശേഷം ആഫ്റ്റർ 21 22 35 ആഫ്റ്റർ 35 36 അല്ലേ. ഇനി 46 ആഫ്റ്റർ 46 47 അല്ലേ. പിന്നെ വരുന്നത് 9 ആണ് അല്ലേ. 9 കണ്ടില്ലേ 9 കഴിഞ്ഞാൽ ഏതാണ് വരിക 10 ആണ് വരിക. കഴിഞ്ഞാൽ 17 കഴിഞ്ഞാൽ ആഫ്റ്റർ 17 18 അല്ലേ. ഇവിടെ 74 ആണ് ആഫ്റ്റർ 74 75 അല്ലേ. വിച്ച് നമ്പർ 67 ആഫ്റ്റർ 67 കഴിഞ്ഞാൽ ഏതാ വരിക 68 അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം. ഇത് നിങ്ങൾ കാണുന്നില്ല ഒന്നിച്ച് ഇത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഫില്ല് ചെയ്യാനുള്ളതാണ്. ഓക്കെ. ഇത് ഫില്ല് ചെയ്യാനുള്ളതാണ്. അതാണ് നമ്പർ ദാറ്റ് കംസ് ആഫ്റ്റർ ശേഷം. അത് തെറ്റാതെ മനസ്സിലാക്കിയിട്ട് എഴുതുക. അപ്പോൾ നമ്മൾ ഉദാഹരണം ബിഫോർ പറഞ്ഞു ആഫ്റ്റർ പറഞ്ഞു. ഇനി ബാലൻസ് ഏതാണ് ബിറ്റ്വീൻ. പ്ലേ വിത്ത് നമ്പേഴ്സ് അതല്ലേ മെയിനായിട്ട് പഠിക്കാനുള്ളതല്ലേ. ആഫ്റ്റർ ബിഫോർ ആഫ്റ്റർ പിന്നെ ബിറ്റ്വീൻ. ഏതൊക്കെയാണ് ബിറ്റ്വീൻ നമുക്ക് സംഖ്യകൾ നോക്കാം. ബിറ്റ്വീൻ്റെ എന്താണ് ബിറ്റ്വീൻ അല്ലേ. നമ്പർ ദാറ്റ് കംസ് ബിറ്റ്വീൻ ഇടയ്ക്കുള്ള നമ്പറുകൾ പറയാനാണ്. ഇടയ്ക്കുള്ള നമ്പർ ഏതൊക്കെ തന്നിരിക്കുന്നത് അറിയാമോ. 5 7 തന്നിട്ടുണ്ട്. 5 തന്നിട്ടുണ്ട് 7 തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തായിരിക്കും 5ൻ്റെ 7ൻ്റെ ഇടയ്ക്കായിരിക്കും. 5 കഴിഞ്ഞാൽ ഏതാ വരിക 6 അല്ലേ. 6 ആണ് ഇവിടെ സെൻറ്ററിൽ വരിക അല്ലേ. 12 14 12 കഴിഞ്ഞാൽ ഏതാ വരിക 12 കഴിഞ്ഞാൽ 13 അല്ലേ. 13 ഇവിടെ വരണം. അത് നിങ്ങൾ എഴുതണേ. ദെൻ 21 കഴിഞ്ഞാൽ ഏതാ വരിക 21 കഴിഞ്ഞാൽ 22 ഉണ്ട് അല്ലേ. അപ്പോൾ 22 കണ്ടാണ് 23 വരിക. അപ്പോൾ ശ്രദ്ധിച്ചോ. പിന്നെ അവിടെ ഒരു അക്ക എഴുതാൻ വിട്ടുപോയിട്ട് ലാസ്റ്റ് പറയാം കേട്ടോ. ഒരു അക്ക അവിടെ വിട്ടുപോയിട്ടുണ്ട്. രണ്ടക്ക എഴുതാൻ ഒരു ബിറ്റ്വീൻ വിട്ടുപോയിട്ടുണ്ട്. അവന് ലാസ്റ്റ് പറയാം. നമുക്കൊന്ന് നെക്സ്റ്റ് നോക്കാം കേട്ടോ. 35
അല്ലേ? 35-നും 37-നും ബിറ്റ്വീൻ ഏതാണെന്ന് കാണണം. 35 കഴിഞ്ഞാൽ ഏതാണ്? 36. 36 അല്ലേ? ദെൻ 46 അല്ലേ? 46-നും 48-നും ബിറ്റ്വീൻ ഏതാണെന്ന് കാണണം. ഏതായിരിക്കും? 47. ദെൻ 54-ഉം 56 അല്ലേ? 54-ഉം 56 ബിറ്റ്വീൻ ഏതാണ്? 55 അല്ലേ? 54, 55, 56 അല്ലേ? ഇനി 61 അല്ലേ? 61-നും 63-ക്കും ബിഫോർ ഏതാ വരിക? 61 കഴിഞ്ഞാൽ 62 അല്ലേ? അതാണ് 63 വരിക. ദെൻ 65 കണ്ടില്ലേ? 65. 65-നും 67-നും സെൻട്രൽ ഏതാണ് വരിക? 66 അല്ലേ? അവിടെ 66 വരും. 65 കഴിഞ്ഞാൽ 66, 67 അല്ലേ? ദെൻ 69-നും 71-നും ബിറ്റ്വീൻ ഏത് വരും? 69 കഴിഞ്ഞാൽ 70 അല്ലേ? 71 വരിക അല്ലേ? 71 വരിക. 69, 70, 71. അത് കഴിഞ്ഞാൽ 72 അല്ലേ? 72-നും 74-നും ബിറ്റ്വീൻ 72 and 74 ഏതാ വരിക? 72 കഴിഞ്ഞാൽ 73 അല്ലേ? പിന്നെ 73-യും 75-ഉം ബിറ്റ്വീൻ 73 and 75. ഇതിന് സെൻറ്ററിൽ 73 കഴിഞ്ഞാൽ 74 അല്ലേ? ഇനി അവിടെ നമ്മൾ നേരത്തെ പറയാൻ വിട്ട ഒരക്കം അല്ലേ? ഇനി ഇത് പറയാൻ വിട്ടൊരക്കാണ് ഇത്. 28-നും 28-നും ബിറ്റ്വീൻ 28 and 30. 28-നും 30-നും ഇടയ്ക്കുള്ള സംഖ്യ ബിറ്റ്വീൻ ഏതാണ്? ഇതാണ് 29. പറയില്ലേ? അപ്പോൾ നമ്മൾ കൗണ്ട് നമ്പേഴ്സ് തന്നെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലേ? അപ്പോൾ ഇതാണ് എന്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഷെഡ്യൂൾ. കണ്ടോ? പട്ടിക ഏതാണ്? കണ്ടോ? മിസ്സിംഗ് നമ്പേഴ്സ് പോലെ നമ്മളത് ഏതാണ് വരിക എന്ന് കണ്ടെത്തിയിട്ട് ഇവിടെ ഫില്ല് ചെയ്യണം ബുക്കിനകത്ത്. ഓക്കെ. പിന്നെന്താണ്? പിന്നെ പറയുന്നത് ഫോർവേഡ് കൗണ്ട് ഫോർവേഡ് 1 to 10. അങ്ങനെ 1 to 10 എഴുതുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ? അതിന് കൗണ്ട് ബാക്ക്വേഡ് 10 to 1 ആണ്. അങ്ങനെയാണ് 10 to 1. 10, 9, 8, 7, 6, 5, 4, 3, 2, 1 അല്ലേ? അങ്ങനെ അത് രണ്ടും എഴുതാനാണ് പറയുന്നത്. ഇതെല്ലാം ഹോംവർക്ക് പോലെ തരുന്നത് കേട്ടോ. ഫുള്ള് ഹോംവർക്ക് പോലെയാണ്. ഞാൻ ആൻസർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഫില്ല് ചെയ്യണം. ഇത് തന്നെയാണ് നോട്ടിലേക്കും പകർത്തേണ്ടത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ബിഫോർ മുമ്പേ, മുന്നിൽ. അപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന കുട്ടി ഏതാണ്? പിന്നെ നെക്സ്റ്റ് നിയർ നമ്മുടെ അടുത്ത ആരാണ്? അപ്പോൾ നമ്മൾ മുന്നിലിരിക്കുന്നത് ആരാണ്, പിന്നിലിരിക്കുന്നത് ആരാണ്? അതായത് സെൻറ്ററിൽ. പിന്നെ നമ്മൾ സെൻറ്ററിലിരിക്കുന്നത് ബിറ്റ്വീൻ അല്ലേ? അപ്പോൾ ആഫ്റ്റർ, ബിഫോർ ആൻഡ് ബിറ്റ്വീൻ ഇത് മൂന്നുമാണ് പഠിച്ചത്. അതിൻ്റെ എന്താണ് ഹോംവർക്കുമാണ് ചെയ്യാനുള്ളത്. മനസ്സിലായോ? ഏതൊക്കെയാണ്? ബിഫോർ, ആഫ്റ്റർ, ബിറ്റ്വീൻ അല്ലേ? മൂന്നാണ് ABC അല്ലേ? ABCയുടെ ഉദാഹരണം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് പഠിക്കാൻ എളുപ്പമായില്ലേ? ABC ഉദാഹരണം എടുത്തിരിക്കുന്നത്. ബിറ്റ്വീൻ പഠിക്കാം അല്ലേ? അപ്പോൾ ആഫ്റ്ററും ബിഫോറും ബിറ്റ്വീനും ആയി. പിന്നെ ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് നമ്പേഴ്സ് ഇത്രേ പഠിക്കാനുള്ളതാണ്. പ്ലേ വിത്ത് നമ്പേഴ്സ്. I hope you are enjoy this. ഓക്കെ, മനസ്സിലായില്ലേ? ഒന്നിന് ശേഷം ഏതാണ് വരിക, ഏത് നമ്പറിന് മുന്നെയാണ് വരിക എന്നും പിന്നെ 2 നമ്പറിന് ഇടയ്ക്കിൽ ഏതാണെന്നുമാണ് പഠിച്ചത് അല്ലേ? പിന്നെ മുന്നോട്ട് എണ്ണാനും താഴോട്ട് എണ്ണാനും അല്ലേ? സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് ടു സ്മോളസ്റ്റ്. ഓക്കെ, can you understand this? Do you enjoy this? ഓക്കെ. മാത്സ് നല്ല രസമാണ് കേട്ടോ. ശ്രദ്ധിച്ചിരുന്ന് വേറെ എവിടേക്ക് ശ്രദ്ധ പോകരുത്. പഠിക്കുമ്പോൾ പഠിക്കുക, ദെൻ കളിക്കുമ്പോൾ കളിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മാത്സിലൊന്നും ഒരു മാർക്ക് പോലും കുറയ്ക്കാൻ പറ്റില്ല. എൻ്റെ ആ നമ്പർ കറക്റ്റ് ആവണം. അപ്പോൾ അതാണ് ശ്രദ്ധിക്കാറുള്ളത്. ഓക്കെ, ദെൻ വി ഷാൽ വൈൻഡ് അപ്പ് അവർ ക്ലാസ്. ദെൻ സ്റ്റഡി വെൽ. See you next class. Take care. Bye.